ശബരിമലയിൽ മമ്മൂട്ടിക്ക് വേണ്ടി വഴിപാട് നടത്തിയതിൽ തെറ്റെന്തെന്ന് മോഹൻലാൽ. വഴിപാട് രശീത് ദേവസ്വം ബോർഡിലെ ആരോ ലീക്ക് ചെയ്തതാണ്. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും മമ്മൂട്ടിയുടെ ആരോഗ്യത്തിൽ ആശങ്കപ്പെടാനില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. அப்படின்னு நீங்க பிரார்த்தனை பண்ணியிருக்கீங்க. சோ உங்களுடைய அந்த ஆழமான நட்பு பத்தி ஏதாவது சொல்லுங்களேன். ശബരിമല പോയി അവർക്ക് വേണ്ടിയിട്ട് we did a പൂജ. അത് ദേവസ്വം ബോർഡിലെ யாரோ somebody leaked that receipt to the press. அது எதுக்கு சொல்லணும்? It's all very personal അല്ലേ? உங்களுக்காக ஒராள் ஒரு ப்ரே பண்ணுறது why should you tell? நிறைய பேர் பாருங்க ஐ வில் ப்ரே ஃபார் யூ എന്നിട്ട് அப்படியே வேற ஏதாவது பேசிட்டு இருக்கும். இஃப் ஐ ப்ரே ஃபார் யூன்னு சொன்னால் யூ மஸ்ட் ப்ரே இல்லையா? ஸோ அது மாதிரி என்னோட ஃப்ரெண்ட் அவர், என்னோட ஒரு பிரதர். ஸோ இட்ஸ் நத்திங் ராங், ஹீ இஸ் ஃபைன். அவ்வளோ திஸ் இஸ் அவருக்கு என்னமோ ஒரு சின்ன ஒரு ப்ராப்ளம் இருந்தது, எல்லாருக்கும் இருக்கும், அது மாதிரி தான். നത്തിങ് ടു വറി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ എന്താണ്, വിശദാംശങ്ങൾ എന്താണ് റഹീസ്? TK എമ്പുരാൻ്റെ റിലീസിന് വേണ്ടി തമിഴ്നാട്ടിലുള്ള സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഇന്ന് എമ്പുരാൻ ടീം എത്തുകയുണ്ടായി. ഒരു പ്രസ് കോൺഫറൻസ് ഒക്കെ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി എത്തിയപ്പോഴാണ് മോഹൻലാലിനോടൊരു ചോദ്യമുണ്ടായത്. ശബരിമലയിൽ പോയപ്പോൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നല്ലോ, അതിൻ്റെ വഴിപാട് റെസിപ്റ്റൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞപ്പോഴാണ് അത് തൻ്റെ തീർത്തും സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ശബരിമലയിലെത്തി മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹം തൻ്റെ സഹോദരനാണ്, സുഹൃത്താണ്. അപ്പോൾ അങ്ങനെ ശബരിമലയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്, പക്ഷെ ആരും ചെയ്യാറില്ല. അപ്പോൾ താൻ ആ വാക്ക് കൊടുത്തു, അത് പാലിച്ചു എന്നുള്ളതാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അതിനോട് ചേർത്ത് ഈ ഒരു റെസിപ്റ്റ് താനല്ല ലീക്ക് ചെയ്തത്, അല്ലെങ്കിൽ അത് ദേവസ്വം വകുപ്പിലെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരോ ആണ് ലീക്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മോഹൻലാൽ ഇന്ന് ചെന്നൈയിൽ പറയുകയുണ്ടായി. മമ്മൂട്ടിക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ ചെറിയൊരു അസ്വസ്ഥത, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു, എന്നാൽ അത് മാറി വരികയാണ്. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും ബോണ്ടിംഗ് ആണ് ഇതിലേറ്റവും എടുത്തു പറയേണ്ടത്. അവർ തമ്മിൽ ഇപ്പോഴും പുലർത്തുന്ന സ്നേഹവും ആ ഒരു സൗഹൃദവും ഒക്കെ. ഇനിയിപ്പോൾ എമ്പുരാൻ റിലീസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാട്. മോഹൻലാൽ അതിൻ്റെ തിരക്കിലുമാണ്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.